ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ്റെ ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോ. സോ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് വിഡ്മ എന്നാണ്. ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. കൂടാതെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആനിമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഫോട്ടോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ റേഷ്യോ നമുക്കൊരു 3:4 ആക്കി കൊടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, സൂം ചെയ്ത്. എന്നിട്ട് നേരെ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡ്രാഗ് ചെയ്തൊരു ഡ്യൂറേഷൻ ഒരു 2 സെക്കൻഡൊക്കെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നേരെ നമുക്ക് അടിയിൽ കാണുന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 30ഓളം ടെക്സ്റ്റ് ആനിമേഷൻസ് ഇവിടെ നമുക്കുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എക്സാമ്പിൾ ആയിട്ട് വരണ ആഡ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ കാണാം, ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫോൺസ് കാണും. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഫോണിലൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് നമുക്ക് സൈഡിലായിട്ട് ജസ്റ്റ് കളറിൻ്റെ ഒരു സിമ്പിളാണ്, അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള കളറ് നമ്മുടെ ടെക്സ്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു യെല്ലോ ടെക്സ്റ്റ് ആഡാക്കി കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റെല്ലാം കളർ ആഡാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഫോൺസൊക്കെ മാറ്റി നമുക്ക് വേണ്ട രീതിയിൽ അത് സെറ്റാക്കി എടുക്കാം. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഈ പ്രൊജക്റ്റ് എക്സ്പോർട്ട് ചെയ്യാം. ഞാനിവിടെ മേലെ എക്സ്പോർട്ട് ബട്ടൺ കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആപ്ലിക്കേഷൻ ബാക്ക് അടിച്ച് നമുക്ക് അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കാം. അലൈറ്റ് മോഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ യൂസ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. ഞാനിവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. മീഡിയയിൽ പോയിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്തിട്ട് നേരെ നമുക്ക് എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ഒരു ക്രോമാക്കി എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. ക്രോമാക്കി എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റാൻഡേർഡ് സെറ്റിങ്ങോട് കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് കീ കളർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കളർ ചൂസ് ചെയ്ത് നമുക്ക് ക്രോമാക്കി ചെയ്യാൻ പറ്റണ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കളറ് ഗ്രീൻ സ്പോട്ട് വരുന്നിടത്ത് നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് അതിൻ്റെ ത്രിഷോൾഡർ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഗ്രീൻ ഒഴിവാവണ രീതിയിൽ കൂട്ടി കൊടുക്കാം. കൂട്ടിയും കുറച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഔട്ട്പുട്ട് കിട്ടും. ഇത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. എന്നിട്ട് നേരെ ബാക്ക് അടിച്ച് മേലെ നമുക്ക് സെറ്റിങ്ങിൻ്റെ ചിഹ്നം കാണും, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് എന്നുള്ളിടത്ത് ട്രാൻസ്പെറൻ്റ് ആക്കി കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്കൊരു PNG രീതിയിൽ കിട്ടും. ഈ വീഡിയോ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട വീഡിയോസിൻ്റെ ഒരു ഓവറിലായിട്ട് ഈ വീഡിയോ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ടെക്സ്റ്റ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കാം. പിന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.